എന്നിട്ട് പരിപാടി ഞാനിന്ന് കൂട്ടാന്റെ കടിയല്ല നമുക്ക്. അപ്പൊ ഞാൻ എല്ലുള്ള ഇറച്ചി കുറച്ച് കൊടുക്കുന്നത് അതിൽ കൊള്ളിയിട്ടിട്ടുള്ള കളിയാണ് ഞങ്ങൾ കളിക്കുന്നുണ്ടോ. അത് വേവിച്ച് വെച്ചിട്ടുണ്ടൊക്കെ വെറുതെ ഇട്ട് മുളകിട്ട് മൂപ്പിക്കാൻ വേണ്ടും. പിന്നെ ബോട്ടിയിലും കൊള്ളി ഒരു രസം. അപ്പൊ കുറേശ്ശെ എടുത്ത് ചെയ്യുന്നുണ്ടോ, ഫുള്ള് ഞങ്ങൾ ചെയ്യുന്നില്ല. കൊള്ളിയും ബോട്ടിയും പിന്നെ കൊള്ളിയും ചെസ്റ്റ് ബീഫിന്റെ ആ സാധനം എന്തിട്ടാന്ന് പറഞ്ഞു, ചെസ്റ്റിന്റെ ഭാഗം, എല്ലുള്ള ഭാഗം. അപ്പോൾ അതെ ബോട്ടി ചെയ്താണ് അങ്ങനെ ഉപയോഗിക്കില്ല. കുറെ ഞങ്ങൾ കാലത്ത് ഉച്ചയ്ക്ക് ചോറിലേക്ക് ഞങ്ങൾ വറുത്തിട്ട് കുറെ എടുത്തു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ചോസട്ടം വന്നപ്പോൾ ഞാൻ അതിന് കുറച്ചെടുത്തിട്ട് ആൾക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൽ കൊള്ളിയിട്ടിട്ട് ഇന്നൊന്നും കഴിക്കില്ല കേട്ടോ. 2-3 സ്ത്രീകൾ ഞങ്ങൾക്ക് അല്ലാണ്ട് തിന്നത്തോണ്ട് ഞങ്ങൾക്ക് അത് കഴിക്കാനുള്ള എനർജിയുള്ളവർ ആരും ഇല്ല. പിന്നെ അതിലേക്കുള്ള കൊള്ളി ഇത് കണ്ട കൊള്ളി എനിക്ക് നല്ല കൊള്ളി ചോത്രം കൊടുന്നു. അപ്പോൾ ആ കൊള്ളി മുഴുവനും വേവിച്ചു ഞാൻ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസമായിട്ട് വെച്ച് ഉപയോഗിക്കാമല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാം. കണ്ട എല്ലുള്ളത് കണ്ട. ഇതിൽ കൊള്ളിയിട്ടിട്ട് വെക്കാനും പോണ ഞാൻ. അപ്പോൾ ഇത് ചിലവായിക്കോളും. ഇത് ചിലവാകും മാത്രമല്ല ബാക്കിയുള്ളത് എനിക്ക് അതിൽ ഫ്രിഡ്ജിൽ വെക്കാലോ. ഇതാണ് ഞാൻ കുറച്ച് കൊള്ളിയിട്ടിട്ട് ഇപ്പോൾ ജോസനം വന്നപ്പോൾ ചൂടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ എന്ത് വേവിച്ചത് ഒരു മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് എടുത്തിട്ട് നമുക്ക് ചൂടാക്കി കഴിച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടാകും. അടിപൊളി സംഭവമാണ്. കുറേ നാളായി ഈ ബോട്ടിയൊക്കെ, കുറേ നാളായി നമുക്ക് ബോട്ടി കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എൻ്റെ ഒരു ഇത് എനിക്കിഷ്ടം. എന്താണെന്ന് വെച്ചാൽ ബോട്ടി വയറിന് നല്ലതാണെന്നൊക്കെ പറയണ കേൾക്കാം. നല്ലതാണോ എന്തോ. അപ്പോൾ ഞാൻ കുറേ കാലം കഴിയുമ്പോൾ പറയും. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഡോക്ടറെ കൊണ്ടുവന്നൊന്നും പതിവില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു പണിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇതാണ് എൻ്റെ ഇന്നത്തെ കുറച്ച് ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ. എല്ലാവർക്കും ബൈ കേട്ടോ. എനിക്ക് കൂലി പരിപാടിയൊക്കെ ഉണ്ട് വൈകുന്നേരത്തെ പണിയുണ്ട്. എല്ലാവർക്കും ബൈ ട്ടാ. ഓക്കെ.